തിരുവല്ല സ്പാ കേന്ദ്രത്തിലെ കൂട്ടബലാത്സംഗത്തിൽ പിടിയിലായ പ്രതി സുബിൻ അലക്സാണ്ടറെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുബിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും പോലീസ് വേഗത്തിലാക്കി. തിരുവനന്തപുരത്തും കോഴിക്കോടും സ്പാകളിൽ പരിശോധന കർശനമാക്കുകയാണ് കോർപ്പറേഷനുകൾ. റിമാൻഡിലായിരുന്ന പ്രതിയെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് സംഭവം നടന്ന സ്പായിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ സുബിനെ മാത്രം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പം സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം. പിടിയിലായ മറ്റ് 2 പ്രതികൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകും. കേസിൽ 3 പ്രതികൾ ഒളിവിലാണ്. ഇവർ ബംഗളൂരുവിലുണ്ടെന്നാണ് വിവരം. അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയായിരിക്കും തുടരന്വേഷണം. സംഭവത്തിൽ കർശനമായ അന്വേഷണം നടത്തുമെന്നും പോലീസുകാർക്കിടയിൽ തെറ്റുകാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ആരെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് അതിലേക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതും കർശനമായ നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. തിരുവല്ലയിലെ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത സ്പാകൾക്കെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോടും കോർപ്പറേഷനുകളുടെ നേതൃത്വത്തിൽ നടപടികൾ തുടരുകയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ 17 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോടും നാളെ മുതൽ പരിശോധന ആരംഭിക്കും. ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രതികരിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.